ഹലോ ഗൈസ്, എല്ലാവർക്കും വണ്ടർ വുമൺ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോട്ടയം മീൻകറിയാണ്. അപ്പോൾ ഇതിനെ കോട്ടയം മീൻകറി, കുടംപുളി ഇട്ട മീൻകറി, മീൻ വേവിച്ചത്, പുളിയും മുളകും എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. കേരളത്തിലെ പ്രത്യേകിച്ച് ഇടുക്കി, കോട്ടയം പ്രദേശത്തൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സിറിയൻ ക്രിസ്ത്യൻ അല്ലെങ്കിൽ നസ്രാണി സമുദായവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു പരമ്പരാഗത വിഭവമാണിത്. കോട്ടയത്തിൻ്റെ കായൽ, പുഴ പശ്ചാത്തലമാണ് ഈ കറിയുടെ ഉത്ഭവത്തിന് പിന്നിൽ. പുഴമീനുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പണ്ടൊക്കെ ഇത് തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. കാരണം പുഴമീനുകളുടെ ലഭ്യതയായിരുന്നു ഏറ്റവും കൂടുതൽ അന്ന് ഉണ്ടായിരുന്നത്. പണ്ടത്തെ ദാരിദ്ര്യത്തെയൊക്കെ മറികടക്കാനായിട്ട് അവരുപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു സിറിയൻ ക്രിസ്ത്യൻ പാചക രീതിയുടെ തനത് അടയാളമാണിത്. എരിവും പുളിയും നിറഞ്ഞതാണ് ഈ കറി. അപ്പോൾ ഈ കറിയിൽ പ്രധാനമായി ഉപയോഗിക്കുന്നത് കുടംപുളിയാണ്. ഈ പുളി കറിക്ക് പ്രത്യേക സ്വാദും ദിവസം ചെല്ലുന്തോറും രുചി വർദ്ധിക്കുവാനും സഹായിക്കുന്നു. ഈ കറി വെച്ചതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞാണ് സാധാരണയായി ഇത് എടുക്കാറ്. കാരണം അന്നേരം ഉപ്പും മുളകൊക്കെ പിടിച്ച് പുളിയൊക്കെ പിടിച്ച് നല്ല സെറ്റ് അടിപൊളിയായിട്ടിരിക്കും. സാധാരണയായി ഇത് മൺചട്ടിയിലാണ് പാകം ചെയ്യുന്നത്. ഇത് കറിക്ക് പ്രത്യേക മണവും മീൻ ഉടഞ്ഞു പോകാതെ പാകമാകാനും വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ കപ്പ, ചോറ്, പൊറോട്ട, ചപ്പാത്തി, ദോശ, ചക്ക പുഴുങ്ങിയത്, കാച്ചിൽ പുഴുങ്ങിയത്, ചേമ്പ് പുഴുങ്ങിയത് എന്നിവയുടെയൊക്കെ കൂടെ നമുക്കിത് കഴിക്കാമെങ്കിലും കപ്പയും മീൻകറിയാണ് പ്രശസ്തം. അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വന്ന് കണ്ടു നോക്കൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. നമുക്ക് ഇനിയും കാണാനേ. ശരി എന്നാൽ.